മലയാളിയാണോ? മലയാളിയല്ല, എനിക്ക് കുറച്ച് മലയാളം അറിയാം. എനിക്ക് മലയാളികൾ ഇഷ്ടമേ അല്ല. മലയാളി ഇഷ്ടമല്ലാത്ത ആലും പിടിച്ച് കാണിച്ചാങ്ങളാ. ನನ್ನ ಊರುള്ള കർണാടക ബാംഗ്ലൂരിൽ. ചെളിയറിച്ച ഡ്രസ്സായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാരെ നോക്കി മേടിച്ച് കൂട്ടാൻ. മലയാളം അറിയില്ല. മലയാളം കുറച്ച് അറിയാം. മലയാളം കുറച്ച് അറിയാം. ഈ മലയാളം പഠിപ്പിച്ചു കൊടുത്ത ഏതോ കഴപ്പിടിച്ചോ ചേച്ചിക്കിട്ട് താങ്ങി വെറുതെയല്ല മലയാളികളെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തത്. എന്തായാലും ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് ആണ്. ഇല്ലായിരുന്നെങ്കിൽ പിള്ളേരെ പിടിച്ച് അൽഫാമാക്കി വിട്ടേനെ ചേച്ചി. ഒരു ഓഞ്ഞ കുലവെട്ടാൻ 16 വെട്ട് വെട്ടിയിട്ട് മഷില് കാണിക്കുന്ന ഒരു വൈരാഗിയെ ഗ്രഹസ്ഥനാക്കി മാറ്റിയതവളാണ്. 1 പ്രേമത്തിന്റെ നിർവചനം. 2 3 4 5 6. എടാ ഇതിൽ അണ്ണനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇട്ടം വിട്ടാൻ മുറിയാത്ത പിച്ചാത്തിയും വെച്ച് കൊല വിട്ടാൻ പോയാൽ വല്ലതും നടക്കും. എനിക്ക് മലയാളികൾ ഇഷ്ടമേ അല്ല. കൊണ്ടാ ഇതിലും നല്ലതൊരു കടന്നെല്ലാം പിടിച്ച് കൊത്തിക്കുന്നതായിരുന്നു. അതാകുമ്പോ ഒരാഴ്ചത്തേക്ക് ചുണ്ട് ബൾബ് ഉണക്കെ ഇരുന്നതിനെ. ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം ഓർക്കേണ്ട. ആ ജന്തു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് ഈ ചുണ്ട് ബൾബ് ഉണക്കെ ആക്കിയിരിക്കുന്നത്. ഒരു 2-3 കൊല്ലത്തിനകത്ത് നമ്മുടെ കേരളത്തിലും കാണാം പിള്ളേരൊക്കെ ഇങ്ങനെ പോണത്. എടാ കുറ്റം പറഞ്ഞല്ല കേട്ടോ, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ? പണ്ടൊരു പൊട്ടിലും വളയിലും തുടങ്ങിയതാണ്. ഇപ്പൊ എവിടെ ഒന്ന് നിൽക്കണം എന്നറിയാം. ഇപ്പൊ ഈ പുട്ടി മേക്കപ്പ് എന്നൊക്കെ പറയുന്നത് വെറും സർവ്വസാധാരണമാണ്. രാവിലെ ഉറക്കത്തിന് എണീച്ച് പറഞ്ഞ കുട്ടിയിൽ മുങ്ങാതെ ഒരു ദിവസം പോവില്ല. ഇത് പെണ്ണുങ്ങളെ മാത്രമല്ല കേട്ടാ, ആണുങ്ങളും അങ്ങനെ ആയി തുടങ്ങി. ഇവക്കൊന്നും ചുണ്ടു വരില്ലെന്നാണ്. ഈ ചേച്ചിയുടെ ടിപ്സ് ആരെങ്കിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ. എനിക്ക് മലയാളികൾ ഇഷ്ടമേ അല്ല. പോവാൻ നമ്മളെ മാറി. ദൈവമേ ഇതൊക്കെ എങ്ങനെടാ കുടിക്കണത്? എനിക്ക് മലയാളികൾ ഇഷ്ടമേ അല്ല. ഈ സാർ അത് ചാവേ ഉള്ളു. ഓരോരോ കഴപ്പന്മാർക്ക് വീട്ടിൽ ഇരിക്കുമ്പോ ഇളവണ ക്രിമിനടികളാണ് അതൊക്കെ. എനിക്ക് മലയാളികൾ ഇഷ്ടമേ അല്ല. നമ്മളെ നാട്ടുകാരനായിട്ടുള്ള പുളിക്കൽ റസാഖാന്റെ പുതിയ വീടിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു കേട്ടോ. നമ്മളെ ഭാഷയെ പറഞ്ഞാൽ കുടിയിരിക്കല്. ഇതാണോ നീ പറഞ്ഞ വീട്? അത് കൊട്ടാരല്ലേടാ ഇത്? തിരക്കാണെന്ന് എത്തിയിട്ട് 4 മണിക്ക് ഇറങ്ങിയപ്പോ പെരുമ. 4 മണി ആയപ്പോ തന്നെ തിരക്ക് തുടങ്ങിട്ടോ. നമ്മൾ ചിന്തിച്ച മാതിരി തന്നെ എല്ലാവരും ചിന്തിച്ചു. എന്ന് കയറിയപ്പോ തന്നെ ഞാൻ അധികം തിരക്കാണെന്ന് എത്തിയിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വിട്ടോ. ഫുഡിന് വേണ്ടി വരുന്നപ്പോ പണ്ട് സ്കൂളിൽ ചോറിനും ചെറുപയറിനും വേണ്ടി വരുന്ന കാറാട്ട് ഓർമ്മ വന്ന് നമ്മളെ ചെക്കന്മാരൊക്കെ നേരത്തെ തന്നെ സീറ്റ് പിടിച്ചു. കയ്യിലും കാലിനും വയ്യാത്ത സലാഹ് വരെ 3:30 എത്തി. സീറ്റൊക്കെ ഒരുപാടുണ്ടെങ്കിലും 200 ആരും നീക്കണില്ല. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പ്ലേറ്റ് കൈ കിട്ടി. വിഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. 10-50 തരം വിഭവങ്ങളുണ്ട്. സാധനം വാങ്ങലും വീഡിയോ എടുക്കലുള്ള മൾട്ടി ടാലന്റ് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അതിനൊന്നും പറ്റില്ല. സീറ്റ് ഇട്ടാൽ നട്ടം നീയുമ്പോ നമ്മളെ ചങ്ങായി സെമീറ നീച്ചെന്നു. ഇവിടെ ഇരിക്കും, ഞാൻ അടുത്ത ട്രിപ്പ് വാങ്ങിയിട്ട് വരാന്ന്. നമ്മളൊക്കെ ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ കേട്ടോ. അധികം എടുത്തിട്ട് ഇനി വേസ്റ്റ് ആവണ്ടല്ലോ. ഫുഡും കഴിച്ച് കൈ തിരിഞ്ഞു നോക്കുമ്പോ ഫുഡ് സെക്ഷൻ ഫുള്ള് തിരക്ക്. ആൾക്കാരങ്ങട്ട് ഒഴുകനെ വരിയിലങ്ങോട്ട് നിന്നോടുത്താൽ മതി, പോയിക്കോളും. വരിന്റെ ഇടയിൽ നിന്ന് ആൾക്കാർ സാധനം നിന്നുണ്ട് കേട്ടോ. ഏത് പരിപാടി മണത്ത് കണ്ടിട്ട് നമ്മളെ മണത്തോൺ യാസ നേരെ പറ്റിയെടുത്തിയത്. തിരക്ക് കൂടെ നല്ലത് കുറയണ പരിപാടി കേട്ടോ. സ്റ്റെക്കായിട്ടില്ല, വരി നീങ്ങുന്നുണ്ട് കേട്ടോ. ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. തിരക്കാൻ വയ്യാത്തോണ്ട് 1-2 എടുത്ത് നമ്മൾ സ്ഥലം കാലിയാക്കി. സ്പൂൺ ഇട്ടാത്തോണ്ട് വേറെല്ലാം കേട്ടോ ആയതാക്കി. ഡെലീഷ് ആയതുകൊണ്ട് തന്നെ ഫുഡൊന്നും മോശമാവില്ല കേട്ടോ. കുടിയിരിക്കലാകുമ്പോ പിന്നെ വീട് കാണല്ലോ. എന്തായാലും കുറച്ചേരം മല്ലിട്ടിട്ട് വീട്ടിൽ കാണ്ട് കയറി. കൊട്ടാരം തന്നെടാ വീടും കണ്ട് ഇറങ്ങി നോക്കുമ്പോ ജനസാഗരം. ഇതിനെ വീട് പാലിയാച്ചലും നല്ല പറയാനുള്ളത്, കൊട്ടാരം പാലിയാച്ചലും എന്നായിരുന്നു. എന്തായാലും കൊള്ളാം കേട്ടോ, പൊളപ്പം വീട്. സംഭവം നാട്ടുകാരെ മൊത്തം പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. ഇതിന്റെ ഒരു വേറൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നോക്കാം. Assistència de Xavi, més cap a la dreta per Messi, 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 immens Messi, encara 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 Messi, gol, 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 എടാ സംഗതിയൊക്കെ കൊള്ളാം. 8,000 പേരെ വിളിച്ചെടുത്ത് 10-20,000 പേര് പോയെന്നാണ് കേട്ടത്. ഉള്ളതാണെന്നുള്ളതൊക്കെ അറിയാം, അത് വേറെ. എന്തായാലും ഇത്രയും പേരെയൊക്കെ വിളിച്ച് ഫുഡ് കൊടുക്കണമെങ്കിൽ അതാ പുള്ളിയുടെ മനസ്സ് തന്നെടാ. ഇതിന്റെ കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നത് ഇത് 20 വർഷം കൊണ്ടാണ്ട് കെട്ടി ഉണ്ടാക്കിയ വീടാണെന്നാണ്. എന്തായാലും വിളിച്ചവരും വിളിക്കാതെ വന്നവരും എല്ലാവർക്കും പുള്ളിക്കാരൻ ഫുഡ് കൊടുത്തിട്ടാണ് വിട്ടത്. ഉളുപ്പില്ലാത്തവന്മാരാണ് ഇരുന്ന് തിന്നുന്നത്. ക്ഷണിച്ച് അപമാനിക്കലാണിത്. എടാ അവൻ കല്യാണത്തിനൊന്നും പോവാത്ത ആളാണെന്ന് തോന്നുന്നു കേട്ടോ. എടാ നീ ഒരു കല്യാണത്തിന് ചെന്നിട്ട് ഈ ഫുഡ് കൊടുക്കണ ഹാൾ
ഹാളിന്റെ ഷട്ടറിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കണം. നീ നിലം തൊടാതെ നീ ടേബിളിലെത്തും. എടാ അതൊക്കെ അങ്ങനെയാണടാ. അത് ഒരു പരിപാടി ആകുമ്പോൾ അവിടെ ഫുഡ് കൊടുക്കുമ്പോൾ അവിടെ തിരക്ക് വരും. അത് സർവ്വസാധാരണമാണ്. പിന്നെ ഒരു കംപ്ലൈന്റ് വന്നത് എന്തെന്ന് വെച്ചാൽ ഇത്രയും ജനങ്ങൾ അവിടെ കൂടിയപ്പോൾ റോഡ് ബ്ലോക്ക് ആയിരുന്നു. അത് ആള് കൂടുമ്പോൾ റോഡ് ബ്ലോക്ക് ആവും. അത് അങ്ങനെയാണ്. അത് അവർ നോക്കി ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇതിനും നല്ലത് തീറ്റമാര് തിന്നുന്നതാണ്. ചെമ്പിനകത്ത് നിന്ന് ഇറങ്ങാത്തവന്മാരാണ് ഈ കിടന്ന് കൊണവണ ആക്കണം. അത്രയും ജനങ്ങൾ അവിടെ ഇടിച്ചു കയറി വരുമ്പോൾ അയാൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന വീടും പരിസരവും മൊത്തം നാശക്കൊളാമ്പിയാവുമെന്ന് അറിഞ്ഞിട്ടും പുള്ളിക്കാരെ അത്ര ആൾക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ മനസ്സ് തന്നെ. ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഡാഡി പോർച്ചുഗലിന് പോകും ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്. അത് കാരണം തന്നെ വീട്ടിലെ പേഴ്സണൽ ഡ്രൈവർ ഞാനായിരിക്കും. അങ്ങനെ എന്റെ ഡ്രൈവിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ നേരെ വന്ന് എന്റെ ഹെയർ ഡൈ ചെയ്യാൻ കയറി. പക്ഷെ ടൈം മാനേജ്മെന്റ് സ്കിൽ എന്റെ ഡാഡിയുടെ ഒരു വീക്ക് പോയിന്റ് ആയണം തന്നെ കുളി പോലെ കംപ്ലീറ്റ് ചെയ്യാതെ 58 പാസ്റ്റിന് പോണ ട്രെയിൻ 52 പാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയ. എനിവേസ് അങ്ങനെ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ തലയിൽ തോർത്തം വെച്ചോണ്ട് ഞാൻ പുറത്താണ്. ചാച്ചി മാലപ്പടക്കത്തിന് തിരികൊളുത്തി കണക്കെയാണ് മലയാളം അടിച്ചു പറഞ്ഞത്. ഫ്യൂരി എരിയും ഫ്യൂവിന്റെ നാട്ടിൽ സാന്തമ്മ അവിടെ സാമന്ത. എന്തായാലും ചേച്ചി ഇത്രയെങ്കിലും മലയാളം പറയണില്ലേ? ഇപ്പോഴത്തെ കാലത്ത് അത് തന്നെ വലുതാണ്. എന്നടാ പண்ற നീ? അവന് ടാറ്റു അടിക്കാൻ വേറെ എങ്ങനെ പിടിച്ചിരുത്താനോ അതോ ഇല്ല. എടുത്ത് കാലിനിടയിലോട്ട് കയറ്റി ഇരുത്തിയാലേ ഒറ്റോളാടാ എനക്ക്. ടാറ്റു ആർട്ടിസ്റ്റ് ആവാൻ പഠിക്കേണ്ടി വരുമോ എന്തോ. ശമ്പളം കുറവായിരിക്കും, സന്തോഷം വലുതായിരിക്കും. കയറ്റി വെച്ചവനും കുഴപ്പമില്ല, കയറി ഇരുന്നോക്കും കുഴപ്പമില്ല. പിന്നെ നമ്മള് പിന്നെ ഇടയിൽ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് പെമ്പിള്ളേര് കാണുന്നുണ്ടോ ഇത്? കണ്ണം പാറ്റ ഫ്രൈക്ക് വേണ്ടി എന്റെ വളർത്തണതാണ്. എത്ര ഉണ്ടോടാ ഇത്? പാറ്റ ഫാമിങ്. 2 പീസ് എടുക്കട്ടെ. എടാ ഇതൊരു അടുത്തൊരു പ്രപ്പോസൽ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ മൊത്തം കണ്ടു നോക്കും. അന്റെ ഒരു യെസ് ഇവിടെ എല്ലാം നടത്തി കാണിച്ചു. യെസ് ഇറക്കും. ഇവൻ ഇറങ്ങി വരുന്ന മാസം സംഭവമൊക്കെ കൊള്ളാം. പക്ഷെ ഞാനേ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയ വേറൊരു കാര്യമാണ്. ഈ വീഡിയോ കാണുമ്പോഴേ ഇതിന്റെ ആ ഒരു BGM-ഉം അതിന്റെ സൗണ്ട് എഫക്റ്റ് ഒക്കെയാണ് നമുക്കത് കാണുമ്പോൾ ഒരു വാവ് ഫീൽ തരുന്നത്. നിങ്ങൾ ഇനി ഇതിന്റെ BGM ഇല്ലാതെ ഇതിന്റെ ഒരു റിയാലിറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്. എടാ ഞാൻ എന്റെ വേറൊരു സൈഡ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും സംഭവം കൊള്ളാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ആക്ച്വലി അവിടെ പിള്ളേര് സ്പീക്കർ കൊണ്ടുവന്നായിരുന്നു, ഞാൻ കണ്ടില്ല.